വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ ഒരു നാടായി മാറിയോ ഭാരതം? മനുഷ്യ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്നതും അതേസമയം നമ്മളിൽ ആശങ്ക ഉളവാക്കുന്നതുമായ ഒന്നാണ് വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ നടത്തിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ പ്രചരിച്ചിരുന്നു. വിദ്യാർത്ഥികളിൽ കുറ്റവാസന പെരുകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു രാജ്യത്തിന്റെ തന്നെ ശുഭപ്രതീക്ഷയായ വിദ്യാർത്ഥികൾ ഇങ്ങനെ വഴിതെറ്റുമ്പോൾ ഒരു രാജ്യത്തിന്റെ സുസ്ഥിതിയെയല്ലേ ഇത് ബാധിക്കുന്നത്? വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നിലപാട് ചർച്ച ചെയ്യുന്നത്. ഞാൻ അനു തങ്കച്ചൻ, എന്നോടൊപ്പമുള്ളത് ജോർജ് ജോസഫ്, ലിയോപോൾ. ജോർജ്, ലിയോ, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് ഒരുപാട് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്ന അവര് കുറ്റവാളികളാവുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നാണെങ്കിലും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പ്രവണത എന്തുകൊണ്ട് രൂപപ്പെടുന്നു എന്നുള്ളതിന് ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് നമ്മുടെ ഒരു നാടിന്റെ സുസ്ഥിതിനെയാണ് അൾട്ടിമേറ്റ് ആയിട്ട് ബാധിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ പോലും പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് പാലക്കാട് വിഷയം തന്നെ അറിയാം. നമുക്കൊരു ചെറിയൊരു വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ, കുഞ്ഞു കുട്ടികൾ ഒരു അധ്യാപനവും നേരെ സംസാരിക്കുന്ന ചില ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് എന്തു പറ്റി എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഒരു പൊതു മനസ്സിൽ ഉയർന്നു വരുന്നൊരു വിഷയമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു +1 വിദ്യാർത്ഥിയാണ് പ്രധാനാധ്യാപകനെ ഉപദ്രവിക്കാൻ തയ്യാറായിരിക്കുന്നത്. അപ്പം പണ്ടുണ്ടായിരുന്ന ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്ന് ആ ഒരു ബന്ധം എങ്ങനെയാണ് ഇത്രത്തോളം വഷളായത്? ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു ജനത, അല്ലെങ്കിൽ ഒരു പ്രൊവോക്കിംഗ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ എങ്ങനെ രൂപപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണെന്ന് തോന്നുന്നു. പണ്ട് നമ്മൾ 1, 2 ഒക്കെ തന്നെ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ അത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വിദ്യാർത്ഥികളിൽ അധ്യാപകർക്കുണ്ടായിരുന്ന ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു പണ്ട്. അതായത് ശിക്ഷാ നടപടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടിയും കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. അതേസമയം തന്നെ അധ്യാപകരാണെങ്കിലും അവര് അർഹിക്കുന്ന ബഹുമാനം അവർക്ക് ലഭിച്ചിരുന്നു. ഇന്നിപ്പോൾ ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ വിദ്യാർത്ഥി ഏതാണ്, അധ്യാപകർ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ. ഇതൊക്കെ തന്നെ, അതായത് അവർക്ക് കിട്ടേണ്ട ഒരു ബഹുമാനമോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. മാത്രമല്ല ആരോഗ്യകരമായ ഒരു ശിക്ഷാ നടപടികൾ അനിവാര്യമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആദ്യകാലങ്ങളിലുള്ള ഗുരുശിഷ്യ ബന്ധങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതും എല്ലാം ജീവിക്കാനുള്ള ഓരോ പാഠങ്ങളൊക്കെ ലഭിക്കുന്നത് അധ്യാപകനിൽ നിന്നാണ്. അപ്പോൾ ആ അധ്യാപക ബന്ധം അത്രയും ശക്തമായിരുന്നു. അപ്പം അവരെവിടെയൊക്കെ ശാസിക്കാനും ശിക്ഷിക്കാനുള്ള അവകാശവും അധികാരമൊക്കെ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന ബഹുമാനം അതേസമയം തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഒരു നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനായിട്ടൊരു അധ്യാപകൻ്റെ റോള് വളരെ നിർണായകമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലഘട്ടങ്ങൾ കടന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വന്നൊരു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതെന്ന് തോന്നുന്നു. അതിനൊരു കാരണമുണ്ട്. എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ചാണെങ്കിൽ, അതായത് നമുക്കറിയാം, നേരത്തെ അധ്യാപകനും ശിഷ്യനും തമ്മിലുള്ള ഒരു ബന്ധവും അധ്യാപകനിൽ നിന്നാണ് എല്ലാ പാഠങ്ങളും ഒക്കെ അറിഞ്ഞിരുന്നത്. ഈ അധ്യാപകന് പുറത്തേക്ക് ഒരു വലിയ ലോകം തുറന്നിടുന്ന ഇൻ്റർനെറ്റ് പോലുള്ള സംവിധാനങ്ങൾ കടന്നു വന്നതോടുകൂടി അധ്യാപകൻ ഒരു പ്രധാന വിഷയമല്ലാതെ മാറിയിരിക്കുന്നു. അധ്യാപകരില്ലെങ്കിൽ ഞങ്ങൾക്ക് പഠിക്കാം, ഞങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്ത് എന്ത് വേണേലും കിട്ടാം. അതുപോലുള്ള ട്യൂഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഈസിലി അവൈലബിൾ ആണ്. ഇൻഫർമേഷൻ ഓൺ ദ ഫിംഗർ ടിപ്പ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത് അവർ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കോവിഡിന്റെ സമയത്ത് എന്ന് പറയുമ്പോൾ 2 വർഷമാണ് കോവിഡ് കാരണം അധ്യാപകരും വിദ്യാർത്ഥികളും ഓൺലൈനായിട്ട് മാത്രം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ ആ സമയത്തുണ്ടായ ഏറ്റവും വലിയ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ആക്സസിബിലിറ്റി കിട്ടി. ഇന്റർനെറ്റിലേക്കും ഫോണിലേക്കും സോഷ്യൽ മീഡിയയിലേക്കുള്ള ഒരു ഡ്രാസ്റ്റിക് എൻട്രി ആയിരുന്നു അത്. പണ്ട് ഒരു വീട്ടിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ ഒരു ഫോൺ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തിരുന്ന പാരൻസിന്റെ ഫോൺ ആയിരിക്കാം. പക്ഷെ അതേസമയം കോവിഡിന്റെ സമയത്ത് എന്ത് സംഭവിച്ചു? അതായത് ഒരു വീട്ടിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികൾക്കും 3 ഫോൺ വേണം. എങ്കിൽ മാത്രമേ അവർക്ക് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ കൂടുതലും അതിനോട് അഡാപ്റ്റായി.
അതായത് അവരുടെ ഒരു വേൾഡ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു സോഴ്സ് ഇന്റർനെറ്റായി മാറി. അങ്ങനെ വരുമ്പോൾ അധ്യാപകരില്ലേലും പ്രശ്നമില്ല, അവരെ ബഹുമാനിച്ചില്ലേലും പ്രശ്നമില്ല, അവരൊരു റെലവൻറ്റ് ഫാക്ടർ അല്ല എന്ന് പറയുന്ന ഒരു അപകടം കൂടെയുണ്ട്. അതായത് നമുക്കറിയാം, ഇപ്പോൾ അധ്യാപകരിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ ഒരു നിയന്ത്രിതമായിട്ടും ശിക്ഷണത്തോടു കൂടിയിട്ടുള്ളതായിരുന്നു. അതെ, ഇത് ഈ രീതിയിലുള്ളൊരു വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നെറ്റ് വഴിയോ കടന്നു വരുന്ന ഈ ഒരു വിപ്ലവം, അല്ലെങ്കിൽ വിവരാവകാശം അല്ലെങ്കിൽ ഒരു വിവര വിപ്ലവം, അതിനകത്തൊരു ധാർമ്മികത ഇല്ലാതായിപ്പോയി. അത് പഠിപ്പിക്കാനൊരു അധ്യാപകൻ അവിടെ ഇല്ല. പല രീതിയിലുള്ള വെബ്സൈറ്റുകളും പല ലക്ഷ്യങ്ങളോടെയും പ്രവർത്തിക്കുന്ന ഇൻഫർമേഷനാണ് ഈ കുട്ടിയിലേക്ക് കടന്നു വരുന്നത്. നേരത്തെ നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സുകളിൽ ധാർമ്മികമായിട്ടുള്ള പല പാഠങ്ങളും പഠിക്കുന്നു, അതിൻ്റെ ഒപ്പം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളോടുകൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഒരു ഗുരുനാഥനില്ലാതെ കടന്നു വരുന്ന വിവരങ്ങൾ, അത് ഈ വിദ്യാർത്ഥികളിൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കി എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ എവിടെയാണ് ശരിയായ വഴിയെന്നും തെറ്റായ വഴിയെന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുതന്നെയായിരിക്കാം ഒരു പ്രധാന കാരണം. കുട്ടികൾ ഇത്തരം നമുക്കറിയാം, കോവിഡിന് ശേഷം വരുന്ന ആ കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ, ക്രിമിനൽ സ്വഭാവങ്ങൾ, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ്, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഒരു ഡയറക്ഷൻ, കൃത്യമായൊരു നിർദ്ദേശം, വിവരം നിരവധി അവനിലേക്ക് എത്തുന്നുണ്ടെങ്കിലും അത് ഏതൊക്കെ രീതിയിൽ, നല്ല രീതിയിൽ പൊതുസമൂഹത്തിന് ഗുണകരമായ രീതിയിൽ വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഡയറക്ഷൻ അവർക്ക് ലഭിക്കുന്നില്ല. ജോർജ് പറഞ്ഞ പോലെ, അതായത് വിവരം ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷെ വിവേകം കിട്ടാതെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാർമ്മികതയും ഇല്ലാതാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതായിരിക്കാം ചിലപ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു ചേഞ്ചിലേക്ക് ഇടയാക്കിയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ ഇൻ്റർനെറ്റ് പോലുള്ള ഒരു വലിയ വിവര സംവിധാനം അത് എത്തരത്തിൽ നമ്മുടെ കുട്ടികളെ സ്വാധീനിച്ചു എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ കോവിഡ് സമയത്ത് ആരംഭിച്ച ഒരു വിപ്ലവം തന്നെയായിരുന്നു ഈ മൊബൈൽ കുട്ടികളുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നത്. അന്ന് ഓണായ ഓൺലൈൻ ഇന്ന് ഇതുവരെ ഓഫായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് അധ്യാപകന് ഒരാളായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള അധ്യാപകരോട്ടുള്ള ഒരു ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. പക്ഷേ അതൊന്നുമല്ല ഇപ്പോഴത്തെ അധ്യാപകരുടെ ഒരു ഫീഡ്ബാക്ക്. അവർ എൻ്റെ ഡിഫറൻ്റാണ്. കുട്ടികളുടെ മേൽ യാതൊരു നിയന്ത്രണവുമില്ല, അവർക്ക് സ്വാതന്ത്ര്യം എടുക്കാൻ സാധിക്കില്ല, ജസ്റ്റ് പഠിപ്പിക്കുക തിരിച്ചു പോവുക എന്നുള്ളതല്ലാതെ അമിതമായിട്ടുള്ള വാത്സല്യമോ ലാളനയോ അല്ലെങ്കിൽ ഒരു നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന രീതിയിലൊന്നും, ആ ഒരു പഴയ രീതിയിലൊന്നുമല്ല ഇപ്പോഴത്തെ അധ്യാപകരും കുട്ടികളായിട്ടുള്ള ബന്ധം പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസത്തെ ആ സംഭവം തന്നെ, അത് ആ ഓഫീസിനുള്ളിൽ ആ അധ്യാപകനെ ഭയങ്കരമായിട്ട് കൊലവിളി നടത്തുന്ന ഒരു കുട്ടിയുടെ രംഗമാണ് നമ്മൾ പുറത്തു വന്നത്. അപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അത് തെറ്റായിപ്പോയെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. പോലീസ് കേസെടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെതിരെ ഒരു ശിക്ഷാ നടപടിക്കും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് നമ്മുടെ കുട്ടികളെ ഇവർക്ക് ഇപ്പോഴത്തെ ലൈഫിൽ മറ്റ് പല, അതായത് സോഴ്സുകൾ, സോഷ്യൽ മീഡിയ ആയാലും സിനിമ പോലുള്ള മാധ്യമങ്ങളായാലും ചെലുത്തുന്ന സ്വാധീനം വലുതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈലുകൾ എല്ലാവർക്കും കയ്യിലുണ്ട്. ഒട്ടുമിക്ക ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ സോഴ്സുകൾ കണ്ടെത്തി പോകാൻ എല്ലാവർക്കും അറിയാം. ആ ഒരു സാഹചര്യത്തിൽ ആരെയും നിയന്ത്രിക്കാൻ ആരെയും കൊണ്ടും സാധിക്കുന്നില്ല, മാതാപിതാക്കൾക്ക് പോലും സാധിക്കുന്നില്ല. മുൻപ് കാലങ്ങളിൽ നമുക്കറിയാം, കുടുംബത്തിൻ്റെ പശ്ചാത്തലം മോശമാണെങ്കിൽ കൂടി ഈ ഒരു 12 വർഷം സ്കൂൾ കാലയളവിൽ ഒരു സ്വഭാവ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ടീച്ചേഴ്സിൻ്റെ നല്ല ഇടപെടലൊക്കെ ഉണ്ടെങ്കിൽ പല കുട്ടികളും അവരുടെ സ്വഭാവത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ വരികയും നല്ലൊരു സ്വഭാവ രൂപീകരണത്തിലേക്കൊക്കെ വരുന്ന ഒരു ചരിത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴതൊന്നും സാധ്യമല്ല. ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം, അതോടൊപ്പം തന്നെ സിനിമ ചെലുത്തുന്ന സ്വാധീനം അത് വലുത് തന്നെയാണ്. നമുക്കറിയാം, ഈ സമയത്ത് ഇറങ്ങുന്ന സിനിമകൾ, പ്രത്യേകിച്ച് വയലൻസിൻ്റെ പീക്ക് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള സിനിമകളാണ് നമുക്ക് ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മദ്യത്തെയും മയക്കുമരുന്നിനെയും അങ്ങനെയുള്ള സാമൂഹ്യ വിപത്തുകൾക്കൊക്കെ അതൊക്കെ ഒരു ഹീറോവൽക്കരിച്ച്, അങ്ങനെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരാണ് ഹീറോകൾ എന്നുള്ള ആ രീതിയിലേക്ക്, അല്ലെങ്കിൽ വയലൻസ് ചെയ്യുന്നവരാണ് ഹീറോ എന്നുള്ള രീതിയിലേക്കൊക്കെ മാറ്റപ്പെടാൻ നമ്മുടെ യുവജനങ്ങൾ അല്ലെങ്കിൽ കുരുന്നുകളായിട്ടുള്ള മനസ്സുകൾക്ക് അത് ഒരു റോൾ മോഡലായിട്ട് സ്വീകരിക്കത്തക്ക രീതിയിലുള്ള സ്വാധീനം ഈ സിനിമകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൽ നമുക്കറിയാം, ഈ ലൈവ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ പല പരിപാടികളും ഈ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയിലുണ്ട്. അത് നമുക്കറിയാം, വളരെ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് ലൈവ് സ്ട്രീമിംഗ് നടത്തുന്ന പല ആളുകളും മലയാളികളായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയൊക്കെ കാഴ്ചക്കാർ തന്നെ കുട്ടികളാണെന്നുള്ളതാണ് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം.
പിന്നെ ഈ സിനിമകളുടെ കാര്യം പറയുമ്പോൾ അത് പ്രത്യേകം എടുത്തു പറയേണ്ട എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വില്ലനെ ഹീറോ ആക്കി മാറ്റുക. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ തിന്മയെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഹീറോ ആയിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ ഇപ്പം ഹീറോ ആരാണ് വില്ലൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അവനോട് ഇങ്ങനെ അതെ, അതായത് അയാൾ ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഒരു കുട്ടിയാണത് കാണുന്നെങ്കിൽ അതിൽ ന്യായമില്ലേ, ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ഒരാളോടും ഞാനും ഇങ്ങനെയല്ലേ ചെയ്യണ്ടേ? അങ്ങനെയുള്ള ഒരു ഇൻഡയറക്ട്ലി അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഫോം ചെയ്തെടുക്കാൻ ഇന്നത്തെ സിനിമകൾക്ക് പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം മാത്രമല്ല ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ നേരത്തെ ലിയോ പറഞ്ഞ പോലെ അതൊക്കെ ഭയങ്കര സംഭവമാണ്, അതൊക്കെ അനിവാര്യമാണ്, എങ്കിലേ സമൂഹത്തിൽ വിലയുണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇന്നത്തെ സിനിമകൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു 2.5 മണിക്കൂർ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ ഒരു 25 മിനിറ്റെങ്കിലും എന്താ പറയുന്നത് ഈ ലഹരി ഉപയോഗങ്ങളെ കുറിച്ചാണ്. അതായത് ലഹരി ഉപയോഗിക്കുന്നത് കാണിക്കുന്നില്ല എങ്കിൽ കൂടി കാണുന്ന വ്യക്തിക്ക് മനസ്സിലാവും ലഹരിയാണ് അത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു മോറലായിട്ട് വരുന്നത് ലഹരി ഉപയോഗം അങ്ങനെയല്ല, അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ എങ്ങനെയാണെന്ന് ഒരു മോറൽ ഒരു സിനിമ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രേക്ഷകന്റെ മനസ്സിൽ തറഞ്ഞു പോകുന്നത് ആ 25 മിനിറ്റ് ആയിരിക്കും. പല തവണകളായി 25 മിനിറ്റ് കണ്ടിന്യൂസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പല തവണകളായിട്ട് പല ഭാഗങ്ങളിൽ പല ഷോട്ട്സിലൊക്കെ വരുന്ന ആ 25 മിനിറ്റ് ആയിരിക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഉള്ളില് തറഞ്ഞു കയറിയത് ഇത്തരം ചില ആശയങ്ങളായിരിക്കും. ഒരുപക്ഷെ എല്ലാവർക്കും ചില മോശ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാവരോടും നല്ല രീതിയിൽ ആണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ മാത്രമാണ് മനുഷ്യർക്കുള്ളത് എന്നുള്ള ചിന്താഗതിയൊന്നും ഇരിക്കില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ആ തിക്താനുഭവങ്ങൾ മനസ്സിലും കിടപ്പുണ്ടാവും. അപ്പം ഇത്തരത്തിലുള്ള ഈ വില്ലനെ മഹത്വവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്നത് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അന്ന് അങ്ങനത്തെ പ്രശ്നം വരുമ്പോൾ ആ വ്യക്തിയോട്, എന്നോട് ശത്രുതാ മനോഭാവം കാണിക്കുന്ന വ്യക്തിയോട് ഞാൻ ഇങ്ങനെ ചെയ്യണമായിരുന്നു, എങ്കിലേ എനിക്ക് നീതി കിട്ടുള്ളായിരുന്നു, ന്യായം കിട്ടുള്ളായിരുന്നു, അത്തരത്തിലുള്ള ഒരു അപ്രോച്ച്. പിന്നെ ഈ അധ്യാപകരുടെ കാര്യം പറയുമ്പോൾ പണ്ട് ശിക്ഷാ നടപടികൾ ഉണ്ടായിരുന്നു. ആ ശിക്ഷാ നടപടികൾ ഇപ്പോൾ ലഘൂകരിച്ചു. വഴക്ക് പറയാൻ പാടില്ല, തല്ലാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രൂക്ഷമായ രീതിയിൽ ശിക്ഷിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ശിക്ഷാ നടപടികൾ ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നിയമപരമായി തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ അതിപ്പോൾ ഒരു പുലിവാലായി എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഒരു തരത്തിലും ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കാൻ പോലും അധ്യാപകന് ഒരു അവകാശമില്ലാത്ത രീതിയിലേക്ക് ഈ നിയമങ്ങളെല്ലാം കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ കുട്ടിയിൽ ഉണ്ടാവേണ്ട ധാർമ്മികമായ മൂല്യങ്ങളെല്ലാം തന്നെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു അധ്യാപകനോട് അല്ലെങ്കിൽ ഒരു അധ്യാപികയോട് ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ വെറുതെ പോയി ഒന്ന് പോലീസിൽ പരാതിപ്പെട്ടാൽ പോലും ആദ്യം എടുക്കുന്ന നടപടി ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാന്നുള്ളതുള്ളൂ. അനു പറഞ്ഞപ്പോഴും ഓർമ്മ വരുന്നത് വെച്ചാൽ എൻ്റെ നാട്ടിൽ ഒരു സ്കൂളിൽ ഒരു പ്രസിദ്ധമായ സ്കൂളാണ്. ആ സ്കൂളിലെ ഒരു അച്ഛനാണ് ഡയറക്ടർ. അച്ഛൻ ഇങ്ങനെ വന്ന് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ചാർജ് എടുക്കുകയാണ്. ആ സ്കൂൾ ഒത്തിരി നവീകരിച്ചു, ഒത്തിരി വിപുലമാക്കി, അങ്ങനെ ഒത്തിരി അട്രാക്ഷൻസ് ചെയ്ത് ഒരുപാട് കുട്ടികളൊക്കെ അങ്ങോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അച്ഛൻ കുറച്ച് നിലപാടുകളൊക്കെ ഇതുപോലെ കുട്ടികളെ ശാസിക്കുന്ന അല്ലെങ്കിൽ കുട്ടികളെ അവരുടെ രീതിക്ക് വിടാത്ത കുറച്ച് നിലപാടുകളൊക്കെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഈ അച്ഛനെ പരസ്യമായിട്ട് വിചാരണ ചെയ്ത ഒരു അവസ്ഥയൊക്കെ ഞാൻ ആലോചിക്കുന്നത്. ഈ നാട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടുകയും അതോടൊപ്പം തന്നെ അച്ഛനെ അവിടുന്ന് ഉടനെ പുറത്താക്കുകയും ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെയൊക്കെ നടപടി. അപ്പം ഞാൻ പറയുന്നത് ആരായാലും ഈ കുട്ടികളുടെ മേൽ അമിതമായിട്ടുള്ളൊരു ഇപ്പം നന്മയ്ക്കാണെങ്കിൽ കൂടി അത് സ്വീകരിക്കപ്പെടാത്തൊരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ കുടിച്ച കള്ളമൊന്നും പറയില്ല എന്ന് പറയുന്ന അത്രയ്ക്ക് മഹത്വവൽക്കരിക്കുന്ന ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അത് തന്നെ കള്ള് കുടിച്ചാൽ കള്ളം പറയില്ല, കള്ള് അത്ര മഹത്തരമാണെന്ന് പറയുകയാണ് ആ പാട്ടിലൂടെ. അപ്പോൾ ആ പാട്ട് എത്രത്തോളം ഇവിടെ ജനഹൃദയങ്ങളിൽ കീഴടക്കിയെന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടുത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള സിനിമയായിരുന്നു, വളരെ ഹിറ്റായ ഒരു മൂവിയിലെ പാട്ടാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അമ്മയെ വെട്ടിക്കൊന്നൊരു മകൻ്റെ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി എന്ന് പറയുന്നത് തീരെ ചെറുപ്പക്കാരനാണ്. അവൻ ഈ പ്രായത്തിൽ തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിലായിരുന്നു. അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ ഈ ചികിത്സ കഴിഞ്ഞ് തളർന്നു കിടക്കുന്ന അമ്മയെ വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊല്ലുന്ന ഒരു മകൻ്റെ. അപ്പോൾ ഇത് നമുക്ക് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് ടെൻഷൻസോ അല്ലെങ്കിൽ ഒരു ഭീതിയോ, നമ്മുടെ കുട്ടികൾ അവരുടെ ഭാവി എന്തായിത്തീരും എന്നുള്ളൊരു വലിയ ആകുലതയൊക്കെ മാതാപിതാക്കളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇത് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വാണിംഗ് ഒരു പീരീഡാണ്. ഇപ്പോൾ നിയന്ത്രിച്ചാൽ ഇനി വരുന്ന ഭാവിയെങ്കിലും നമുക്കത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഒരുപാട് ഒരു കാലത്ത് ശിക്ഷണങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ
ഒരു നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടികളെ ശാസിക്കാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യം. പക്ഷെ അതൊരു എക്സ്ട്രീം ലൈനിലേക്ക് കടന്നു പോകുന്നൊരു സംശയമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സുഹൃത്ത് പങ്കുവച്ച ഒരു കാര്യം, അദ്ദേഹത്തിന് ഒരു 5ൽ പഠിക്കുന്ന ഒരു കുഞ്ഞുണ്ട്. പുള്ളി പഠിക്കാതിരുന്നപ്പോൾ പുള്ളിയെ വിളിച്ച് ശാസിച്ചു. അപ്പോൾ കുട്ടി പറയുന്ന മറുപടി ഇതാണ്: ഞാൻ പോലീസിൽ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യുന്നു. സ്വന്തം പിതാവിനോടാണ് ഈ കുഞ്ഞ് പറയുന്നത്. അവന് കിട്ടുന്ന ഇൻഫർമേഷൻ ഉണ്ട്, അതായത് അവനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പോലീസിൽ പരാതിപ്പെടാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷൻ അവനറിയാം. പക്ഷെ അത് ദോഷകരമായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയോട് പഠിക്കാൻ പോലും പറയാൻ പറ്റാത്ത പിതാവിൻ്റെ ഒരു സാഹചര്യം. ഇത്തരം ഒരു എക്സ്ട്രീം ലൈനിലും രണ്ടിനും ഇടയിലായിരിക്കണം നമ്മുടെ ഒരു പൊതുബോധന രീതി എന്ന് തോന്നുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണെങ്കിൽ ഇപ്പോൾ പാലക്കാടത്തെ കേസിലാണെങ്കിലും ഇപ്പോൾ ലാസ്റ്റ് പുറത്തു വരുന്ന വാർത്തകൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കെതിരായിട്ടല്ല, അധ്യാപകനെതിരായിട്ടാണ് ഇപ്പോൾ കടന്നു വരുന്നത്. കാരണം ആ ദൃശ്യം പുറത്തു പോയത് എങ്ങനെയാണെന്നാണ് അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അതിൻ്റെ ഒരു പൊതു നന്മയെ ഇല്ലാതാക്കുന്ന രീതിയിൽ ശിക്ഷാ നടപടികൾ കടന്നു വരുന്നത് വളരെയധികം ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതായത് ഒരു അധ്യാപകനെതിരെ ഒരു പരാതി പോയി കഴിഞ്ഞാൽ, പോലീസിലൊരു പരാതി പോയി കഴിഞ്ഞാൽ ആദ്യം വരുന്നത് സസ്പെൻഷനാണ്. അതിനുശേഷം മാത്രമേ അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. വെറുതെ എന്തിനാ നമ്മുടെ ജോലി പോകുന്നത് എന്നാണ് എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ കേരളത്തിലുണ്ടാവുക. ആരും ജോലി പോകാൻ എന്തായാലും ആഗ്രഹിക്കില്ല. അങ്ങനെ ഒരു വേർഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ മറ്റൊരു വേർഷൻ കൂടി നോക്കണം. അതായത് അധ്യാപകരുടെ ഇൻറ്റഗ്രിറ്റി ഇന്ന് എവിടെ നിൽക്കുന്നു എന്നും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അധ്യാപകർ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കുട്ടികളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി കുട്ടികളുടെ നിലവാരത്തിലേക്ക് അധ്യാപകർ താഴ്ന്നുണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കുട്ടികളുടെ ഒപ്പം നിന്ന് റീൽസ് എടുക്കുക, എല്ലാവരും എന്നല്ല, ചെറിയ ഒരു ഭാഗം അധ്യാപകർ കുട്ടികളുടെ കൂടെ നിന്ന് റീൽസ് എടുക്കുന്നു, അല്ലെങ്കിൽ അവരിൽ ഒരാളായി മാറുന്നു. അവരിൽ ഒരാളായി മാറേണ്ട ഒരു ആവശ്യമുണ്ട്. അത് പണ്ടും ഉണ്ടായിരുന്നു. അതായത് ശിക്ഷിക്കുകയും നന്നായി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരോട് നല്ലൊരു സൗഹൃദം, നല്ലൊരു സ്നേഹവും ഒക്കെ കുട്ടികൾക്ക് അധ്യാപകരോടും അധ്യാപകർക്ക് തിരിച്ചു കുട്ടികളോടും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അത് ഒട്ടും മോശമെന്നല്ല പറയുന്നത്, അതാണ് വേണ്ടത്. പക്ഷെ അതിനുവേണ്ടി കുട്ടികളുടെ കൂടെ ഒരുപാട് അവരിൽ ഒരാളായി മാറുമ്പോൾ ഈ അധ്യാപകർക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്റ്റാണ് അവിടെ നഷ്ടമാകുന്നത്. മാത്രമല്ല ആ അധ്യാപകർ അല്ലെങ്കിൽ വിവരം നൽകുന്നവർ എന്ന് പറയുന്ന, ജ്ഞാനം നൽകുന്നവർ എന്നൊക്കെ പറയുന്ന ആ ഒരു നിലവാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇവരില്ലേലും പ്രശ്നമില്ല, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, അങ്ങനെ നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് നമ്മളിപ്പോൾ എന്തോരം റെസ്പെക്റ്റ് കൊടുക്കും. ഒരു എടാപോടാ ബന്ധം എന്ന രീതിയിലേക്ക് അധ്യാപക വിദ്യാർത്ഥി ബന്ധം മാറുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പിന്നീട് ആ ഒരു അറ്റാച്ച്മെന്റ് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ചില നീരസങ്ങളുണ്ട്. അതിൽ നിന്നും കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അധ്യാപകരാണെങ്കിലും അവരുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള രീതിയിൽ വേണം അവരും നിലനിൽക്കാനും പെരുമാറാനും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കാനും ഒക്കെ ആയിട്ട് ശ്രമിക്കണം. അതും ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ്. പിന്നെ അതിനകത്ത് വേറൊരു വിഷയം വരുന്നത്, നമുക്കറിയാം ഇപ്പം നമ്മുടെ പാഠഭാഗങ്ങളിലൊക്കെ എത്രത്തോളം ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു മോറൽ സയൻസ് എന്നുള്ളൊരു സംഭവം എത്രത്തോളം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ പഠനകാലങ്ങളിൽ ചില കഥകളൊക്കെ ഉണ്ടായിരുന്നു, കൊച്ചു കഥകൾ. അതിനകത്തൊക്കെ ഒരു നീതിബോധം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ക്ലാസ്സുകളിൽ അത്തരം നീതിബോധം നൽകുന്ന കാര്യങ്ങളൊക്കെ വളരെ ലിമിറ്റഡായി എന്ന് വേണം കണക്കാക്കാൻ. അവൻ പഠിക്കാൻ പോകുന്ന തൊട്ടടുത്തിരിക്കുന്ന അവൻ്റെ കൂട്ടുകാരനേക്കാളും നല്ല രീതിയിൽ പഠിക്കാൻ, അവനെ തട്ടി അവൻ്റെ മാർക്ക് കുറയ്ക്കുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. ഒരു മത്സരാധിഷ്ഠിതമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ രീതി, അത് തൊട്ടപ്പുറത്തിരിക്കുന്നവനെ അറിവിനേക്കാൾ കൂടുതൽ അറിവ് ലഭിക്കുക എന്നതിനേക്കാൾ അപ്പുറം തൊട്ടപ്പുറത്തിരിക്കുന്ന അവനെ താഴ്ത്തിയിട്ടാണെങ്കിലും എനിക്ക് മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ള ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു മത്സര ഇതാണ്. അപ്പം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കണക്കും ഫിസിക്സും കെമിസ്ട്രിയും പോലുള്ള വിഷയങ്ങൾ മാത്രമാണ്. അവനവിടെ നിന്ന് ലഭിക്കേണ്ട ധാർമ്മികമായിട്ടുള്ള ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അവൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം, സമൂഹത്തെ എങ്ങനെ കാണണം, ഇത്തരം കാഴ്ചപ്പാടുകൾ നൽകുന്നതിൽ ഈ ഒരു സിസ്റ്റം പരാജയപ്പെടുന്നുണ്ടോ എന്ന് വേണം ഒന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു സമയമായി എന്ന് തോന്നുന്നു. ഒപ്പം തന്നെ എങ്ങനെ ചിന്തിച്ചാലും നമുക്ക് മനസ്സിലാവുന്നില്ല എന്ത് ധൈര്യത്തിലാണ് ഈ കുട്ടി ഇത് ചെയ്തത്, അല്ലെങ്കിൽ എവിടുന്ന് കിട്ടി. ഇപ്പം അമ്മയെ വെട്ടിക്കൊന്ന കേസിലാണെങ്കിലും ഈ ധൈര്യം എവിടുന്ന് കിട്ടി എന്നാണ് ആദ്യമായിട്ട് ഏതൊരു സാധാരണക്കാരന് ചോദിക്കാനുള്ള അങ്ങനെ വരുമ്പോൾ ആ ഒരു ധൈര്യം അത് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ലഹരിയിലേക്ക് തന്നെയാണ്. കാരണം ലഹരി അമിതമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമകളിൽ നിന്നാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ സിനിമകൾ ലഹരി ഉപയോഗത്തെ മഹത്വവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലഹരിയോടുള്ള ഒരു ആസക്തി കുട്ടികളിൽ, അതായത് കൗമാരപ്രായം മുതലുള്ള കുട്ടികളിൽ നന്നായിട്ട്
വരുന്നുണ്ട്. മാത്രമല്ല അവർ നന്നായിട്ട് അത് യൂസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ, മാത്രമല്ല അതൊരു ബിസിനസ്സാക്കി മാറ്റാൻ വേണ്ടി ലഹരി മാഫിയയും എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം സ്കൂൾ പരിസരങ്ങളിലും എല്ലാം തന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. എക്സൈസിനെ അറിയിക്കണമെന്നാണ്, കണ്ടുപിടിച്ചിട്ടുണ്ട്, എക്സൈസിനെ അറിയിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു ലഹരി ഉപയോഗം കൗമാരപ്രായത്തെയാണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, ഈ ലഹരി ഉപഭോക്താക്കളെല്ലാവരും. അതിനകത്തൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ ജുവനലായിട്ടുള്ള അല്ലെങ്കിൽ ഏജ്ഡ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ ശിക്ഷാ രീതികൾ ഡിഫറെൻ്റാണ്, എൻറ്റയർലി ഡിഫറെൻ്റാണ്. അവരെ ശിക്ഷിക്കാനായിട്ടുള്ള കാര്യമായിട്ടുള്ള വകുപ്പുകളൊന്നുമില്ല. വളരെ ക്രൂര കൃത്യങ്ങൾ ചെയ്താൽ പോലും അവരെ അന്ന് തന്നെ നമുക്കറിയാം, പൂനെയിൽ ഒരു ആഡംബര കാർ ഓടിച്ചുകൊണ്ട് മദ്യപിച്ച് ഓടിപ്പിച്ച ഒരു 17-കാരൻ 2 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വിഷയമുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. അന്ന് പുള്ളിയെ കസ്റ്റഡി എടുത്ത് അന്ന് തന്നെ വൈകുന്നേരം തന്നെ പുള്ളിയെ ജാമ്യത്തിൽ വിട്ടു. ഇത് വളരെ ഗൗരവമായിട്ടുള്ളൊരു ചോദ്യം അന്ന് ഉയർന്നു. അന്നൊരു ചർച്ച വളർന്നു വന്നതാണ്. അത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു 17 വയസ്സുള്ളൊരു കുട്ടി ഇങ്ങനെ ഒരു വളരെ ഡൽഹിയിലെ പീഡനത്തിലും അവർക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം പലപ്പോഴും മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഈ ലഹരി മാഫിയ പോലുള്ള സംഘങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്. ഇത്തരം കുട്ടികളിലൂടെ ഈ ലഹരി നമുക്ക് അവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും അവർ പിടിക്കപ്പെടുകയാണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. ശിക്ഷിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളില്ല. മാത്രമല്ല അതൊരു ബിസിനസ് മൈൻഡ് കൂടിയാണ്. ലഹരി അത് വിൽക്കുന്നവരുടെ ഒരു ബിസിനസ് മൈൻഡ്. കാരണം കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു വ്യക്തി ജീവിതാവസാനം വരെ ലഹരി ഉപയോഗിക്കും. അത് അല്ലാതെ അതിന് പറ്റില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മള് അതെ, സാധാരണ കൗമാരപ്രായത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം നടത്തുന്നതിന് പകരം അതിന്റെ ഉള്ളിൽ ഒരു ലഹരിയുടെ ഒരു ആസക്തി വളർത്തുകയാണ് ഇന്നത്തെ വിപണി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലഹരി വിപണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഷോപ്പില് സൈഡില് ഒരു തീരെ ചെറിയ പിള്ളേരാ, 12-13 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇവന്മാർ സിഗരറ്റ് വലിച്ചപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവരോട് ചോദിച്ചു, മകൻ്റെ പ്രായമുള്ളൂ, അതുകൊണ്ട് സംസാരിച്ചതാണ്, മോനെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോഴത്തേന് പറഞ്ഞു, ചേട്ടൻ്റെ പണിക്ക് നോക്കി പോകാൻ. അപ്പോൾ പുള്ളി പറയാണ് ഇതുപോലെ എന്തായാലും മകൻ്റെ പ്രായമുള്ള ഞാൻ സംസാരിച്ചത്, പിന്നെ ഞാനതിൽ നിന്ന് രക്ഷപ്പെട്ട് പുള്ളി മാറി. കാരണം വെച്ചാൽ പിന്നെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൊലപാതകത്തിലേക്കൊക്കെ വരാൻ കാരണമുണ്ട്. തൃശ്ശൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ഉണ്ടായി. ന്യൂ ഇയറിന്റെ അന്ന് 2 കുട്ടികൾ, അത് പ്രായം കുറഞ്ഞ കുട്ടികളാണ്. എന്തായിരുന്നു കാരണം? ചോദ്യം ചെയ്തതിന്റെ പേരിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ജുവനൈൽ ഹോമിൽ നടന്ന ഒരു കൊലപാതകം ഉണ്ടല്ലോ, 2 കുട്ടികൾ, 17 വയസ്സുകാരനെ 15 വയസ്സുകാരനാണ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ലഹരി ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ വാക്കിന് നിർവചനം തന്നെ മാറിപ്പോയി. എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് സ്വാതന്ത്ര്യം എന്ന വാക്ക് മാറിയിരിക്കുന്നു. ലഹരി ഉപയോഗം തീർത്തും നമ്മുടെ സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൻ്റെ പരിസരങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റാതെ കുട്ടികൾ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ഇൻഡയറക്ട്ലി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സുസ്ഥിതിയെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ശോഭനമായ ഒരു ഭാവിയുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ തന്നെ പ്രതീക്ഷയായിട്ടുള്ള ഒരു വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ധാർമ്മിക മൂല്യം ഒന്നുമില്ലാതെ അധപതിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ, അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ ഇല്ലാതാക്കാൻ തന്നെ പോകുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മയക്കുമരുന്നിനെ പറ്റി നമുക്കറിയാം, പാലാ ബിഷപ്പ് നേരത്തെ വലിയ ഒരു പ്രസ്താവന, അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസ്താവനയാണ്. എങ്കിൽ കൂടി നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന് പിന്നിൽ ഒരു മാഫിയ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരു വലിയ നിഗൂഢമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയുടെ ഭാവി ഇല്ലാതാക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണ് നടക്കുന്നത്. അല്ല, അതിപ്പോൾ പറഞ്ഞ പോലെ ഒരു വ്യക്തിപരമായിട്ടുള്ള ചില വ്യക്തികൾ ചെയ്യുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ല. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണാം, +2 വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലുന്നു. അതെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. ഒരു മാസീവായിട്ടുള്ള അറ്റാക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘം ചേർന്ന് പട്ടാപകല് തല്ലും വഴക്കും കുട്ടികളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അവരുടെ അത്തരം ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതൊരു ഇൻഡിവിജ്വൽ സ്വഭാവമല്ല. അത് ശരിക്കും ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ഇതിലേക്ക് അത് ലയിച്ചു ചേർന്നിട്ടെന്ന് വേണം കരുതാനായിട്ട്. അത് 1-2 അല്ല, പല സ്കൂളുകളിൽ നിന്നും ഇത്തരം ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ആശങ്ക ഉദിക്കുന്നുണ്ട് പല ആളുകൾക്കും. ഈ കഴിഞ്ഞ ദിവസം കേരളം ചർച്ച ചെയ്തൊരു വിഷയമാണ്, ഒരു പ്രമുഖ നടൻ
കാണിച്ചു കൂട്ടിയ പേക്കൊലങ്ങളെല്ലാം. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അടുത്തുള്ള സിനിമകൾ വയലൻസ്, നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, വയലൻസിൻ്റെ അങ്ങേയറ്റം പ്രതിപാദിച്ചൊരു സിനിമയായിരുന്നു മാർക്കോ എന്ന് പറയുന്നൊരു സിനിമ. ഈ സിനിമ കാണാൻ പോയതിൽ കൂടുതൽ കുട്ടികളാണ്, അല്ലെങ്കിൽ യുവാക്കളാണ്. ഇപ്പോൾ 100 കോടി ക്ലബിലേക്ക് ആ സിനിമയും വന്നിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കുട്ടികളിൽ ചെലുത്തുന്ന ഒരു സ്വാധീനം, ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അത് അവരൊരു ട്രെൻഡാണ് കാണിക്കുന്നത് അല്ലേ? അതായത് കുട്ടികൾക്ക് താല്പര്യം ഇത്തരം വിഷയങ്ങളാണെന്ന് വ്യക്തമായിട്ട് സൂചനയാണ് നൽകുന്നത്. ഇപ്പോഴത്തെ സിനിമ നിർമ്മിക്കുന്നത് തന്നെ ഇതിൻ്റെയൊക്കെ പ്രൊമോഷനായിട്ടാണ്. നമ്മൾ പല സിനിമകൾ എടുത്തു നോക്കിയാലും, നമ്മൾ കാണാൻ പോകുന്ന സിനിമയായാലും അതിൽ ഇതെല്ലാം ഈ മയക്കുമരുന്നായാലും ഈ ഡ്രഗ്സ് ആയാലും അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ ലഹരി കടന്നു വരാത്തൊരു സിനിമ പോലുമില്ല. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ സിനിമ വ്യക്തമായ മോണിറ്ററിങ്ങിന് ശേഷമാണ് സെൻസർ ബോർഡ് പുറത്തിറക്കുന്നത്. പക്ഷേ സെൻസർ ബോർഡ് മോണിറ്റർ ചെയ്ത സിനിമയിൽ പോലും ഇത്തരത്തിലുള്ള സീൻസും അല്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന രംഗങ്ങളും ഒക്കെ വരുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. സിനിമാ മേഖലയിലും ഈ ലഹരി വിപണനം നടത്തുന്നവരുടെ ഒരു മേൽക്കൈ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പല അണിയറ കഥകളും വരുന്നുണ്ട്. പല സിനിമകളുടെയും സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല ക്യാഷ് എറിഞ്ഞു കൊടുത്തിട്ട് ഇത്തരം സീനുകളും കാര്യങ്ങളും പർപ്പസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒക്കെ അണിയറ കഥകൾ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വ്യക്തമായ തെളിവുകളോ ആരും തന്നെ സാക്ഷി മൊഴികളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. പല ബോളിവുഡ് സിനിമകളും പരാജയപ്പെടുന്ന സ്ഥലത്താണ് ചില മലയാള സിനിമകൾ 100 കോടി ക്ലബിലൊക്കെ ഇടം പിടിക്കുന്നത്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന്. സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ സീക്രട്ടും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അങ്ങനെയുള്ള സിനിമകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഈ കുട്ടികൾ ആണ് വളർന്നു വരുമ്പോൾ ആ കുട്ടികളിൽ നിന്ന് മറ്റൊരു തലമുറ ഉണ്ടാവുന്നുണ്ട്. ആ തലമുറയുടെ അവസ്ഥ എന്താവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചുരുളി എന്ന് പറഞ്ഞ സിനിമയുണ്ടായി. നമുക്കറിയാം, പച്ചത്തെറി മാത്രം അടങ്ങിയ ഒരു സിനിമയായിരുന്നു സ്ക്രിപ്റ്റിൽ. ആ സിനിമ സംവിധാനം ചെയ്ത അല്ലെങ്കിൽ എഴുതിയ ഒരാൾ അദ്ദേഹം വീണ്ടും ഒരു സിനിമ ഇറക്കി. അതൊരു ചരിത്ര സിനിമയായിരുന്നു, വാലിബൻ എന്ന് പറഞ്ഞൊരു ചരിത്ര സിനിമ. പക്ഷെ ആ സിനിമ അമ്പെ പരാജയപ്പെടുന്ന ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഇനി അദ്ദേഹം ആ തെറി സിനിമ എടുത്തത് കൊണ്ട് ഒരു ചരിത്ര സിനിമ എടുത്തപ്പോൾ അദ്ദേഹം അമ്പെ പരാജയപ്പെട്ടു ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് ഇനി തെറി സിനിമയിലേ ഉള്ളൂ എന്ന രീതിയിലേക്ക് ചാപ്പ് കുത്തപ്പെട്ടു. ഇൻഡസ്ട്രിയുടെ ഒരു കെമിസ്ട്രി ഇതാണെന്ന് അതെ, തീർച്ചയായും. തീർന്നില്ല, അതിന്റെ കൂടെ ക്രിമിനലിസം കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന സിനിമകൾ അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നേ തോന്നുന്നു. ലഹരിയും അതുപോലെ വയലൻസിനെയും ഒരുപാട് മഹത്വവൽക്കരിക്കുന്ന ഒരു ഇത്. അതായത് ഒരു കുറ്റവാളി കുറ്റകൃത്യം ചെയ്തെങ്കിൽ അതിന് പുറകിൽ ന്യായമായ ഒരു കാരണമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ന്യായമായ ഒരു കാരണമുണ്ട് എന്ന് പൊതുസമൂഹത്തിന്റെ ഉള്ളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിനിമകൾ ഇറങ്ങുന്നു. അതും ഈ കുട്ടികൾ കാണുന്നുണ്ട്. മാത്രമല്ല, ആ രീതിയിൽ ചില പ്രത്യേക സിനിമകളുടെ ആ രീതിയിൽ തന്നെ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അത് വലിയവർ നടത്തിയിട്ടുണ്ട്, ചെറിയവർ നടത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ശരിക്കും ഒരു സമൂഹത്തെ നശിപ്പിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, സെൻസർ ബോർഡ് ശരിക്കും സെൻസർ ചെയ്തിട്ട് തന്നെയാണോ സിനിമ പുറത്തിറക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലകളിൽ അത്തരം ഈ ഒരു നല്ലൊരു സമൂഹത്തെ, ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ട ചില എലമെൻറ്റ്സ് ചേർക്കേണ്ട ഒരു സമയമായെന്ന് വേണം കരുതാനല്ലേ? തീർച്ചയായും. വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, നമ്മുടെ ഇപ്പോൾ ഓരോരുത്തർ വിശ്വസിക്കുന്ന ആ വിശ്വാസ മൂല്യങ്ങളിൽ തന്നെ വളർന്നു വരികയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് നല്ലൊരു ഭാവിയെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും. നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് വ്യാപകമായ രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. അനുദിനം വിദ്യാർത്ഥികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ടാകാം. പക്ഷേ ഈ കാരണങ്ങളെല്ലാം കണ്ടെത്തി അതിനെയെല്ലാം തടയിടാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാവി തന്നെ അനിശ്ചിതത്തിലാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആരോഗ്യപരമായ രീതിയിൽ വിദ്യാർത്ഥികളെ വളർത്തുക, അവരുടെ സ്വഭാവ രൂപീകരണം സാധ്യമാക്കുക എന്നുള്ളതെല്ലാം പൊതുസമൂഹത്തിൻ്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും നിയമ സംവിധാനങ്ങളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും എല്ലാം ഒരു ധർമ്മമാണ്, കടമയാണ്. മാതാപിതാക്കൾക്കാണ് വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ രൂപപ്പെടുത്താൻ സാധിക്കുക. കാരണം ഇന്ന് അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ മേലുണ്ടായിരുന്ന ഒരു ആധികാരം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അതിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. വിദ്യാർത്ഥികളെ ഇന്ന് ശാസിക്കാനോ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ പോലും ഉള്ള ഒരു സ്വാതന്ത്ര്യം അധ്യാപകർക്ക് ഇല്ലാതായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മാതാപിതാക്കൾക്ക് തന്നെയാണ് ഇക്കാര്യത്തിൽ മേൽക്കൈയുള്ളത്. അതുപോലെ വിദ്യാർത്ഥികൾ അധ്യാപകരെ അധ്യാപകരായിട്ട് തന്നെ കാണണം, അവരെ ബഹുമാനിക്കണം. വിദ്യാർത്ഥികൾക്ക് പല രീതിയിൽ വിവരങ്ങൾ ലഭിക്കുമായിരിക്കും. പക്ഷേ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നല്ല സ്വഭാവ രൂപീകരണത്തോടെയുള്ള ഒരു വിദ്യാഭ്യാസം സാധ്യമാകുക നല്ല അധ്യാപകരിലൂടെയാണ്. വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ഈ ലഹരിയുടെ ഉപയോഗം
അത് നമ്മുടെ രാജ്യത്തെ തന്നെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് പൊതുസമൂഹത്തിനും സർക്കാർ സംവിധാനങ്ങൾക്കും എല്ലാം തന്നെ ഉണ്ടാകേണ്ടത്. വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഭാവിയുടെ പ്രതീക്ഷയാണ്. അവരിങ്ങനെ ലഹരിയും മറ്റും ഉപയോഗിച്ച് ഇല്ലാതാവുമ്പോൾ, അവർ നശിച്ചു പോകുമ്പോൾ ഇല്ലാതാകുന്നത് ഒരു രാജ്യം തന്നെയാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടവർ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നതും അതുതന്നെയായിരിക്കാം. വളരെ നല്ലൊരു അപകട സൂചനയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് വേണ്ടതായ നടപടിക്രമങ്ങൾ എടുത്തില്ലെങ്കിൽ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാകും. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം നിലപാടിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.